ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സന്തോഷം സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഈവനിങ് റൊട്ടീനായിട്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു വ്ളോഗാണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വലിയ വലിയ വീഡിയോസ് ഇടുമ്പോൾ അധികം ആരും അങ്ങനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. വൈകുന്നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈവനിങ് റൊട്ടീനൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. എല്ലാ വീഡിയോസിലും ഞാൻ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സും നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാത്തിനെക്കുറിച്ചും ഞാൻ പറയുന്ന വീഡിയോസൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് ഒരുപാട് റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഷോർട്ടായിട്ടുള്ള വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസം നമുക്കപ്പോൾ അങ്ങനെ കുറച്ച് ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നമ്മളെ അറിയുന്നവരൊക്കെ വീഡിയോസ് കാണും, അതുപോലെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും കൂടുതലായിട്ട് ഇടാനൊക്കെ തോന്നാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയ ഷോർട്സ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നു പോകരുത് കേട്ടോ. അതിനിടയിൽ മോന് വരുന്നുണ്ട് കേട്ടോ. അവൻ എന്തൊക്കെയാണ് ഒരു സെക്കൻഡ് അടുക്കളയിൽ വരുമ്പോൾ കാണിക്കണമെന്ന് കാണാം കേട്ടോ. അവന് ക്യാമറ വെച്ചത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിസിൽ വരുമ്പോൾ അതിൻ്റെ ആവി എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അതിന് കത്തി എടുത്ത് വെച്ചതിന് ശേഷം കത്തി ആ ബോർഡിൽ തറപ്പിച്ച് വെച്ചിട്ട് പോകുന്നുണ്ട്. ഇതൊന്നും അവൻ അറിയുന്നില്ല കേട്ടോ. ക്യാമറയിൽ ഇതൊക്കെ വരുന്നുണ്ട് എന്ന് അവൻ കാണുമ്പോഴായിരിക്കും എന്നെ ചീത്ത പറയുക. അപ്പം അതിന് ശേഷം ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷമാണ് പിന്നെ കടലക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം കടല വേവുന്ന സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയും ചെയ്തിട്ട് അപ്പോൾ കടല വെന്തതിന് ശേഷം ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയാണ്. അതിലോട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി എല്ലാം ഇട്ടിട്ട് പിന്നെ ഒരു 2-3 വിസിലും കൂടി വെച്ചെടുക്കാൻ കേട്ടോ. അതിന് തന്നെ മല്ലി, മുളകും, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി എല്ലാം ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടി വെച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഒന്നുകൂടി കുറച്ച് തേങ്ങയും ഈ വെന്ത കടലയിൽ നിന്ന് തന്നെ കുറച്ച് കടലയും കൂടി എടുത്തിട്ട് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം കടലക്കറി റെഡിയായി. സിമ്പിളാണ്, എന്നാൽ കുറച്ച് ടേസ്റ്റും ഉള്ള കടലക്കറിയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെയല്ല, അധികവും ഞാൻ വറുത്തരച്ച കടലക്കറിയാണ് വയ്ക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒന്ന് സിമ്പിളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കണത് അധികം ആർക്കും ഇഷ്ടമല്ല, എന്നാലും ഇന്നൊന്ന് എളുപ്പപ്പണിക്ക് ഇന്നിങ്ങനെയാണ് കേട്ടോ വെച്ചത്. അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കണ സമയത്തും ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പൂ, അതുപോലെ കുറച്ച് പൊട്ടുകടല നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി കുറച്ചുകൂടി അരച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കേണ്ട പണിയുണ്ട്. അതിനിടയിലാണ് കേട്ടോ ചിലപ്പോൾ ഹോംവർക്ക് എന്തെങ്കിലും പിള്ളേർക്ക് ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാറ്. എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും തന്നെ നേരത്തെ ഡിന്നർ കഴിക്കും കേട്ടോ. രാത്രിത്തെ ഭക്ഷണം എന്തായാലും ഒരു 7:30 മണിയാകുമ്പോഴേക്കും കഴിച്ച് കഴിയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ജോലികൾ കഴിയുമ്പോഴത്തേക്കും തന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ഒരു 7:30, 8 o'clockനുള്ളിൽ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 8-9 മണിയാകുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ തീർക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നേരത്തെ കിടക്കാൻ ശ്രമിക്കും. പക്ഷെ കിടന്നാലും ഒരു 10 മണിയാകുമ്പോൾ ആവും കേട്ടോ ഉറങ്ങാനൊക്കെ ആയിട്ട്. അതുവരെ സിനിമ കാണേ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാനോ. എനിക്കിപ്പോൾ മഴ ആയതുകൊണ്ട് രാത്രിയിലാണ് ഉണങ്ങാനൊക്കെ ഇടാറ് കേട്ടോ. രാത്രിയിൽ അയ കിട്ടിയിട്ട് നമ്മുടെ ഫാനൊക്കെ കാറ്റത്ത് തന്നെ തുണികളൊക്കെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാണ് ഈ പണികളൊക്കെ ഉള്ളത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളും ലോങ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കടലക്കറി ആയാലും വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പിയൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പം നമ്മുടെ കടലക്കറിയിലോട്ട് തേങ്ങയൊക്കെ കഴിച്ചു കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.